സോണി ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഹിന്ദി സംഗീത റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ സിംഗർ 3-ൽ വിജയിയായത് മലയാളിയായ 7 വയസ്സുകാരൻ ആവിർഭവാണ്. ദേശീയായ ആവിർഭവ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഷോയിലൂടെ മലയാളികൾക്ക് പരിചിതമാണ്. ആവിർഭവിനൊപ്പം സൂപ്പർ സ്റ്റാർ സിംഗറിൽ മത്സരിച്ചിരുന്ന മറ്റൊരു മലയാളി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഷോയിലൂടെ തന്നെ ശ്രദ്ധ നേടിയ കൊച്ചിക്കാരി മിയക്കുട്ടിയായിരുന്നു. മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കെയാണ് പെട്ടെന്ന് മിയ ഷോ ക്വിറ്റ് ചെയ്തത്. അതിനുള്ള കാരണം എന്താണെന്നത് ആരാധകരും തിരക്കിയിരുന്നു. ചാനലിന്റെ ഭാഗത്തു നിന്നുള്ള മോശം പെരുമാറ്റമാണോ എന്നൊക്കെയുള്ള ചർച്ചകളും വന്നിരുന്നു. ഇപ്പോഴിതാ മിയയുടെ മാതാപിതാക്കൾ തന്നെ ഷോ ക്വിറ്റ് ചെയ്യാനുള്ള കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മിയയുടെ മാതാപിതാക്കൾ. സൂപ്പർ സ്റ്റാർ സിംഗറിൽ നിന്നും ഇങ്ങോട്ട് വിളി വന്നിട്ടാണ് മത്സരിക്കാൻ പോയതെന്നും അങ്ങനെ തങ്ങൾ മത്സരിക്കാൻ മിയയെ കൊണ്ടുപോയി അതിനുവേണ്ടി 18ഓളം സ്റ്റേജ് ഷോകൾ ക്യാൻസൽ ചെയ്തുവെന്നും അങ്ങനെയും ചില വിഷയങ്ങൾ ഉണ്ടായെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട്. ഇങ്ങോട്ട് വിളി വന്നതുകൊണ്ട് മാത്രമാണ് മത്സരിക്കാൻ പോകാമെന്ന ചിന്ത വന്നത്. അപ്പോഴും മിയയുടെ ഉപ്പയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നും അവളെ ഹിന്ദിയൊക്കെ പഠിപ്പിച്ച ശേഷം അടുത്ത സീസണിൽ പങ്കെടുപ്പിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും പക്ഷെ തങ്ങൾ നിർബന്ധിച്ചുകൊണ്ടിരുന്നതിനാൽ അദ്ദേഹം സമ്മതിച്ചുവെന്നും ആദ്യം സെലക്ട് ആയ 5 പെൺകുട്ടികളിൽ ഒരാൾ മിയയായിരുന്നുവെന്നും എന്നാൽ അപ്പോഴൊക്കെ കമ്മ്യൂണിക്കേഷൻ മിയയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നുവെന്നും മിയയുടെ മാതാപിതാക്കൾ പറയുന്നു. ജഡ്ജസുമായി ഇന്ററാക്ട് ചെയ്യാൻ ഭാഷ വശമില്ലാത്തതിനാൽ ബുദ്ധിമുട്ടായിരുന്നു. 3 മാസം മുംബൈയിൽ സ്ഥിരമായി നിന്ന് വേണം മത്സരിക്കാൻ. ഒരു പേരന്റും കുട്ടിക്കൊപ്പം നിൽക്കണമായിരുന്നുവെന്നും അവരുടെ ഉപ്പയ്ക്ക് അത് സാധ്യമായിരുന്നില്ല, അതുകൊണ്ട് താനാണ് നിന്നതെന്ന് മിയയുടെ ഉമ്മ പറയുന്നു. മിയ തനിയാണ് പാട്ട് പഠിച്ചിരുന്നത്. സംശയം വരുന്ന ഭാഗങ്ങൾ പോസ്റ്റ് ചെയ്ത് വെച്ച് കൃത്യമായി പഠിച്ചു പോകുന്ന രീതിയായിരുന്നു മിയയുടേതെന്നും ഉമ്മ പറയുന്നുണ്ട്. അതുപോലെ നോർത്ത് ഇന്ത്യൻ ഫുഡ് മിയയ്ക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നുവെന്നും ശരീരഭാരവും കുറഞ്ഞു. പിന്നെ MG സാറിന്റെ ഒരു ഷോയ്ക്ക് വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് പോകണമായിരുന്നുവെന്നും സാറിന്റെ ഷോ വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല, അതും സൂപ്പർ സ്റ്റാർ സിംഗർ ഷോ ക്വിറ്റ് ചെയ്യാൻ കാരണമായെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട്. മാത്രമല്ല ഷോയുടെ ഭാഗമായ ശേഷം മിയയ്ക്ക് ഇടയ്ക്കിടെ അസുഖങ്ങളും വന്നു തുടങ്ങി. സൂപ്പർ സ്റ്റാർ സിംഗറിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ മിയ എന്ത് പറഞ്ഞാലും കരയുമായിരുന്നു. ഹോം സിക്നെസ് ഉണ്ടായിരുന്നുവെന്നും മാനസികമായി ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയെന്നും ഉറക്കം വരെ കുറഞ്ഞുവെന്നും ഷോ ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറയാൻ ചെന്നപ്പോൾ മിയയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് സോണി ടിവിയുടെ ആൾക്കാർ വന്നുവെന്നും അവർ സംസാരിക്കുമ്പോഴും മിയ കരയുകയായിരുന്നുവെന്നും അവർക്കും അതൊരു സങ്കടമായെന്നും മിയയുടെ ഉപ്പയും ഉമ്മയും പറയുന്നുണ്ട്. കൂടുതൽ മാനസികമായി ബുദ്ധിമുട്ടിച്ചാൽ കുട്ടിക്ക് പാട്ടിനോട് തന്നെ വെറുപ്പ് തോന്നുമെന്ന് ഡോക്ടേഴ്സും പറഞ്ഞു. അങ്ങനെയാണ് സൂപ്പർ സ്റ്റാർ സിംഗറിൽ നിന്നും ക്വിറ്റ് ചെയ്തതെന്ന് മാതാപിതാക്കൾ വിശദമാക്കി. അതേസമയം ഗായകൻ MG ശ്രീകുമാറുമായുള്ള മിയയുടെ ആത്മബന്ധത്തെക്കുറിച്ചും മാതാപിതാക്കൾ സംസാരിക്കുന്നുണ്ട്. MG ശ്രീകുമാർ സാറുമായി നല്ല ബോണ്ടാണ് മിയയ്ക്കെന്നും യാത്രകൾ പോകുമ്പോൾ മിയയോടാണ് ആൾക്കാർ MG സാറിനെ കുറിച്ചുള്ള അന്വേഷണം പറഞ്ഞു വിടുന്നതെന്നും വിശേഷങ്ങൾ തിരക്കുന്നതെന്നും മിയയുടെ വളർച്ചയിൽ ഒരുപാട് സന്തോഷമുണ്ട്, രോഗബാധിതരായിട്ടുള്ളവർ വരെ മിയയുടെ പാട്ട് കേട്ട് ആശ്വാസം കണ്ടെത്താറുണ്ടെന്നും പലരും അക്കാര്യം തങ്ങളോട് പറയാറുമുണ്ട്. മിയയുടെ ഫാൻസ് കൂടുതലും പ്രായമുള്ളവരാണെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.